നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ജെൻഡർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ലൊക്കേറ്റിംഗ് വുമൻസ് വർക്ക് ഏർലി ഫേസ് എന്നാണ്. അതായത് നമ്മളിപ്പോ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പഠിച്ചു വരുന്നത് ഈ ജെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ജെൻഡർ ഒരു സെക്കൻഡ് ജെൻഡർ എന്ന രീതിയിൽ സ്ത്രീകളെ കാണുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു യൂണിറ്റില് സ്ത്രീകളുടെ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ഉൽപാദന രംഗത്തേക്ക് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ അത് ഏർലി ഫേസ് മുതൽ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫ്രം ഹോ ടു ഫ്ലോ കൾട്ടിവേഷൻ എന്നാണ്. അതായത് ഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരം മണ്ണ് ഡിഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഉപകരണത്തെയാണ് HOE ഹോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലോ, അതായത് കലപ്പ, പ്ലോ എന്നൊക്കെ പറയുന്ന കലപ്പ. ഈ ഹോയിൽ നിന്ന് കലപ്പയിലേക്കുള്ള ആ ഒരു പരിവർത്തനം, ട്രാൻസിഷൻ, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം നിയോലിത്തിക് പീരീഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിയുടെ ആരംഭമാണ്. നിയോലിത്തിക് റവല്യൂഷൻ എന്ന ഗോൾഡൻ ചൈൽഡ് ഈ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിച്ചതൊക്കെ ഈ കാർഷിക രംഗത്തെ അഭ്യുന്നതിയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. സോ ഇവിടെ ഉൽപാദന രംഗത്തേക്ക് സ്ത്രീകളുടെ വരവ്, സ്ത്രീകളുടെ അവിടെയുള്ള പങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങളിൽ അല്ലെങ്കിൽ ഒരു പുരോഗതിയുടെ ഒരു പ്രത്യേക ലാൻഡ്മാർക്കാണ് ഈ കൃഷിയുടെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോ മണ്ണ് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് മനുഷ്യന്റെ വലിയ ഒരു മുന്നേറ്റമാണ്. ഇവിടെയാണ് ഹോ, അതായത് മണ്ണിളക്കുന്നതിനുള്ള ഈ ഒരു പ്രാകൃത ഉപകരണം മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഹോ കൊണ്ടുള്ള കൃഷിയിൽ നിന്ന് കലപ്പ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി വലിയ ഏരിയയിലെ മണ്ണ് ഇളക്കി അവിടെ കൃഷിക്ക് ഉപയുക്തമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് മനുഷ്യൻ വളരുന്നത് വലിയ ഒരു മുന്നേറ്റമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹോ ടു പ്ലോ കൾട്ടിവേഷൻ എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ഈ ഒരു ജെൻഡർ സ്റ്റഡീസിൽ എടുത്ത് പഠിക്കുന്ന കാര്യം. അതായത് കൈകൊണ്ട് ഉപയോഗിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഒരു സ്റ്റിക്ക്, ഒരു കുഴിക്കുന്ന ഒരു കുഴിവടി എന്നൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഈ ഹോ എന്ന പദത്തിന്റെ മീനിങ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് കുഴിവടി എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു മണ്ണ് കുഴിക്കുന്ന വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള വലിയ സാങ്കേതികപരമായിട്ട് മികവുറ്റതല്ലാത്ത ഒരു ഉപകരണം, അതാണ് ഹോ. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെറിയ ഒരു ഭൂപ്രദേശം മാത്രമേ ഇങ്ങനെ വടി കൊണ്ട് കുഴി കുത്തിയിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? ഒരുപാട് വലിയ ഏരിയ ഒന്നും കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രധാനമായിട്ടും ഒരു ഷിഫ്റ്റിംഗ് കൃഷി രീതിയിലാണ് അന്ന് പോയിരുന്നത്. അതായത് ഒരു പ്രദേശത്ത് കുറച്ച് കൃഷി ചെയ്യുന്നു, പിന്നീട് അതിന്റെ തൊട്ട് അടുത്ത് മറ്റൊരു പ്രദേശത്തേക്ക് മാറി വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നു. ഈ രീതിയിലാണ് അന്ന് ഈ ഒരു ഹോ കൃഷി നടന്നിരുന്നത്. അപ്പോൾ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ സ്ത്രീകള് കൃഷിയിൽ അക്കാലത്ത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉൽപാദനമൊക്കെ വളരെ കുറവായിരുന്നു അന്ന്. ഈ രീതിയിൽ വളരെ പ്രാകൃതമായ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഉൽപാദനം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. പിന്നീടാണ് ഈ കലപ്പയുടെ ആവിർഭാവം. കലപ്പ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെ? ഒരു കൊഴുനാക്ക്. ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും ഈ നെൽകൃഷിയൊന്നും അത്ര കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ഉപകരണത്തെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. എങ്കിലും ചിത്രങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിരിക്കും. അപ്പൊ കലപ്പ എന്ന് പറയുന്നത് ഒരു കൊഴുനാക്ക് ഘടിപ്പിച്ചിട്ടുള്ള മണ്ണുഴാനുള്ള ഒരു ഉപകരണമാണ്. അത് ട്രാക്ടറിലോ അതല്ലെങ്കിൽ പ്രാചീന കാലത്തൊക്കെ ജീവികളെ ഉപയോഗിച്ചിട്ട് കാളയുടെയോ പോത്തിന്റെയോ ഒക്കെ കഴുത്തില് ഈ നുകം ഘടിപ്പിച്ചുകൊണ്ട് മണ്ണ് ഉഴുന്ന ഒരു രീതി. ഇപ്പോൾ നമ്മൾ ട്രാക്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് മണ്ണുഴുന്ന ആ ഒരു രീതി. അപ്പൊ ഇങ്ങനെ ഈ കലപ്പ കൊണ്ട്, അല്ലെങ്കിൽ കലപ്പ എന്ന കുറച്ചുകൂടി ഉന്നതമായ അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് മികവുറ്റ ഒരു ഉപകരണം ഉപയോഗിക്കാൻ മനുഷ്യൻ പഠിക്കുന്നു. അപ്പൊ അത് കൃഷിയിൽ വളരെ ട്രെമൻഡസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് കൊണ്ടുവരിക. ഇനി ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനസംഖ്യയിലെ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹോ കൾട്ടിവേഷന് കൊണ്ടിരുന്നാലൊന്നും ഇത്രയും കൂടുതലുള്ള ജനസംഖ്യക്ക് അവരെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അവർക്ക് കൂടുതലായിട്ട് ഉൽപാദനം അത്യാവശ്യമായി വന്നു. അപ്പോൾ ആവശ്യങ്ങളാണ് എപ്പോഴും
ഇൻവെൻഷൻസിന്റെ മാതാവ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആവശ്യം വർദ്ധിച്ചു. അപ്പോൾ അവര് കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള സാങ്കേതികമായി മികവുറ്റ ഒരു ഉപകരണം കണ്ടെത്തുന്നു. ഇനി കാളകളെയും വളർത്തുമൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കലപ്പ വലിക്കാനായിട്ട് തുടങ്ങി. വലിയ പ്രദേശങ്ങൾ ഈ രീതിയിൽ കൃഷി ചെയ്യാനും സാധിക്കാൻ, കമ്പാരിറ്റീവ്ലി വലിയ പ്രദേശങ്ങളിലൊക്കെ കൃഷി ഇറക്കാനും അവർക്ക് സാധിച്ചു. കൂടാതെ മണ്ണ് കൂടുതൽ ആഴത്തിൽ ഉഴുതുമറിക്കാനും അവർക്ക് സാധിക്കാനായിട്ട് തുടങ്ങി. ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കൂടുതൽ ഉൽപാദനം കൂടുതലായിട്ട് വർദ്ധിച്ചു. കൂടാതെ സ്ഥിരതാമസം ഒന്നുകൂടി സ്ട്രോങ് ആയി. അവര് ഏകദേശം ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് താമസിക്കാനായി തുടങ്ങി. മറ്റേത് ഷിഫ്റ്റിംഗ് കൃഷി രീതിയാണല്ലോ. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് കൃഷി രീതിക്ക് അനുസരിച്ചിട്ട് അവര് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറി മാറി താമസിക്കുന്ന ഒരു രീതിയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ ഈ കലപ്പ കൊണ്ട് പ്ലോ കൾട്ടിവേഷൻ വന്നതോട് കൂടിയിട്ട് ഈ ഷിഫ്റ്റിംഗ് രീതിയൊക്കെ നിർത്തിയിട്ട് അവര് ഒരു സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ, ആദ്യം ഗ്രാമങ്ങൾ വരുന്നു, പിന്നെ ഗ്രാമങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുമ്പോൾ നഗരങ്ങളൊക്കെ വരുന്നു. സ്ഥിരമായിട്ടുള്ള കൃഷിയിടങ്ങൾ വികസിച്ചു, സ്ഥിരമായിട്ടുള്ള വാസസ്ഥലങ്ങളൊക്കെ വികസിച്ചു വരുന്നു. അതായത് ജനജീവിതം കൂടുതൽ ബിസിയർ ആവാനും മെച്ചപ്പെടാനും ഒക്കെ തുടങ്ങി. ഈ ഒരു ഘട്ടത്തിലാണ് ഈ സ്വകാര്യ സ്വത്ത് എന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ വളർന്നു വരുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ആ കൃഷിഭൂമിയുടെ ഉടമസ്ഥൻ ഒരാൾ എന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇതാണ് ഈ സ്വകാര്യ ഭൂവുടമസ്ഥത എന്ന ഒരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്നത്. ഇനി ഭൂമിക്ക് സാമ്പത്തിക മൂല്യം കൽപ്പിച്ചു തുടങ്ങുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ മുതലാണ്. നമുക്കറിയാം, അതിനു മുൻപ് കന്നുകാലികളായിരുന്നു അല്ലെ സമ്പത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. എത്ര കൂടുതൽ കന്നുകാലി ഉള്ളവൻ കൂടുതൽ സമ്പന്നൻ എന്ന കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് കൃഷിഭൂമിക്ക് ഒരു സാമ്പത്തിക മൂല്യം കണക്കാക്കുകയും കൂടുതൽ കൃഷിഭൂമിയുടെ അധിപനായിട്ടുള്ളയാള് അവിടെ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ കൂടുതൽ മേൽക്കൈ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഇതേ തുടർന്നാണ് തൊഴിൽ വിഭജനം വരുന്നത്. നമ്മൾ ജെൻഡർ സ്റ്റഡീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ തൊഴിൽ വിഭജനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഈ കാലം വരെ, ഈ കലപ്പയൊക്കെ വരുന്നതിന് മുൻപുള്ള കാലം വരെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപോലെയായിരുന്നു. കാരണം വലിയ കായികാധ്വാനം എവിടെയും ആവശ്യം വരുന്നില്ല. ചെറിയ മണ്ണ് ഓതമുള്ള മണ്ണ് മാത്രം അവര് ഒരു ചെറിയ കുഴിവടി കൊണ്ട് കുത്തി അവിടെ കൃഷി ഇറക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൂടുതൽ കായികാധ്വാനം ആവശ്യമുള്ള കലപ്പയൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എന്തായി, തൊഴിൽ വിഭജനം വന്നു. കൂടുതൽ കായികാധ്വാനം ആവശ്യമുള്ള ജോലികൾ പുരുഷൻ ഏറ്റെടുക്കുകയും കുറഞ്ഞ കായിക ശേഷി ആവശ്യമുള്ള തൊഴിലുകൾ സ്ത്രീകൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി വന്നു. അപ്പോൾ അവിടെ തൊഴിൽ വിഭജനം സ്പഷ്ടമായി. വിത്തെറിയുക മുതലായ കുഞ്ഞു കുഞ്ഞു ജോലികൾ, അല്ലെങ്കിൽ വലിയ കായികാധ്വാനം ആവശ്യമില്ലാത്ത ജോലികൾ സ്ത്രീകൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതി വന്നു. അപ്പൊ ഈ ഒരു തൊഴിൽ വിഭജനവും ജെൻഡർ ഡിസ്ക്രിമിനേഷനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഈ തൊഴിൽ വിഭജനത്തിലേക്ക് നയിച്ചത് യഥാർത്ഥത്തില് പ്ലോ ആണ്. നമ്മളിത് ഈ ഒരു ടോപ്പിക് കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ഒരു വളരെ നിസ്സാരം എന്ന് തോന്നുന്ന ഹോ ടു പ്ലോ കൾട്ടിവേഷൻ എന്ന ഒരു പോയിന്റ് ജെൻഡർ സ്റ്റഡീസിൽ വരുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന്. സോ ഈ ജെൻഡർ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഈ രീതിയിലുള്ള കൾട്ടിവേഷനിൽ വന്ന മാറ്റമാണ്. ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനിലേക്ക് നയിക്കുന്നത് എന്താണ്, തൊഴിൽ വിഭജനമാണ്. ഓക്കെ, അപ്പൊ ലേബറിൽ വരുന്ന കൂടുതൽ കായികാധ്വാനം ആവശ്യമുള്ള ജോലികൾ പുരുഷനും കായികാധ്വാനം കുറഞ്ഞ ജോലികൾ സ്ത്രീകളും ചെയ്യുന്നിടത്ത് നിന്നാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. ഇനി ഇതേ തുടർന്ന് ലിംഗബന്ധങ്ങളിലെ വലിയ മാറ്റങ്ങൾ വന്നു. കലപ്പ ഉപയോഗിക്കുന്നതിന് ശാരീരിക ക്ഷമത കൂടുതൽ ആവശ്യമുണ്ട്. അപ്പൊ അവിടെ ആ ജോലി ചെയ്യുന്നയാൾക്ക് കൂടുതൽ മേൽക്കൈ കിട്ടും. സ്വാഭാവികമായിട്ടും പുരുഷൻ കുടുംബത്തിന്റെ അധിപനായി വന്നു. അങ്ങനെ ഗ്രാമങ്ങളുടെ തലവനായി വരുന്നു. ആ ഒരു പുരുഷാധിപത്യ പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് പിന്നീട് രൂപപ്പെടുന്നത് ഈ കാർഷിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ്. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും സാമൂഹ്യ അസമത്വത്തിലേക്ക് നയിച്ചു. സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത സ്ഥാനം സമൂഹത്തിൽ ലഭിച്ചു തുടങ്ങി. അത് പുരുഷനേക്കാൾ താഴ്ന്ന ഒരു സാമൂഹ്യ പദവി സ്ത്രീക്ക് ലഭിച്ചു തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്
ഈ കൃഷിയിൽ വന്നിട്ടുള്ള കൂടുതൽ അഡ്വാൻസ്മെന്റുകൾ എന്ന് പറയുന്നത്. ഓരോ പുതിയ കണ്ടെത്തലുകൾക്കും പിന്നിൽ അതാരാണോ കണ്ടെത്തൽ കൊണ്ടുവരുന്നത്, കണ്ടെത്തുന്നത്, അതുപോലെ അതാരാണോ കൂടുതൽ പ്രാവർത്തികമാക്കുന്നത്, അതിനനുസരിച്ചിട്ട് അവർക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മനുഷ്യരെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നീണ്ട ഗർഭകാലം മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്, അല്ലെ? നമുക്ക് മറ്റു ജീവജാലങ്ങളെയൊക്കെ എടുത്തു നോക്കിയാൽ അപൂർവം ചില ഉയർന്ന തലത്തിൽ ഉൾപ്പെടുന്ന ജീവികളെ മാറ്റി നിർത്തിയാൽ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ കുറഞ്ഞ ഗർഭകാലമാണ് ഉള്ളത്. അതുപോലെ തന്നെ നീണ്ട ശൈശവവും, അത് മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, നീണ്ട ശൈശവം എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ജീവി എടുത്തു നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഏതാനും ജനിച്ച നിമിഷങ്ങൾക്കകം തന്നെ ഈ ജീവി എഴുന്നേറ്റ് നടക്കുകയും ഏറെക്കുറെ തനിയെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്യും, അല്ലെ? എന്തായാലും ഒരു മാസങ്ങൾക്കുള്ളിൽ ഒരു ജീവി ഒരു വലിയ ജീവിയായിട്ട് മാറുകയും 1 വയസ്സ് 2 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് അത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ജീവിയായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല, അല്ലെ? വളരെ നീണ്ട ശൈശവം മനുഷ്യന്റെ പ്രത്യേകതയാണ്.